ചേതോഹരമായ നിന്റെ സായാഹ്നം സ്നേഹസമ്പന്നമായ ഒരു വേദിക്ക്, ഒരു നിറഞ്ഞ സദസ്സിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ കഥ പറയട്ടെ. കഥ കേൾക്കാനും കഥ പറയാനും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ജനുസാണ് മലയാളി വിഭാഗം. രാക്കഥയുണ്ട്, പുലർക്കാലത്തെ കഥയുണ്ട്, മുത്തശ്ശി കഥയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗതകാലങ്ങളിലെ അന്തിയാമങ്ങളൊക്കെ തന്നെ മുതിർന്നവരുടെ കഥ കേട്ടുകൊണ്ട് നിദ്രയെ പുൽകിയ, അതിനെ തഴുകിത്തലോടിയ ഓർമ്മയുടെ മർമ്മരങ്ങളൊക്കെ തന്നെ ഒളിച്ചു കിടക്കുന്ന ഗതകാലങ്ങളാണ്. സ്നേഹമസൃണമായ ഈ സദസ്സിൽ അൽ റൈഹാൻ കുടുംബത്തിൻ്റെ ഈ ഒരു മനോഹരമായ സംഗമത്തിൽ ചെമ്മാട് പുതിയ ഒരു താരോദയം പോലെ അൽ റൈഹാൻ കണ്ണാശുപത്രി അതിൻ്റെ മിഴി തുറക്കുമ്പോൾ, ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്ന് പറയുന്നതിനേക്കാൾ കണ്ണാശുപത്രി ആയതുകൊണ്ട് തന്നെ അത് മിഴി തുറക്കുകയാണ്. പുതിയ ഒരു ആവേശം നമുക്ക് അലതല്ലുന്നുണ്ട്. ഡോക്ടർ സലാഹുദ്ദീൻ സാർ അവർകൾ വളരെ ഹൃദ്യമായിട്ടാണ് ഇവിടെ ഈ സദസ്സിനോട് സംവദിച്ചത്. ഒരുങ്ങി വന്ന് നടത്തുന്ന ഒരു പ്രഭാഷണത്തെക്കാൾ എത്രയോ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഇഴുകിച്ചേർന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം അതുപോലെയാണ് ഇവിടെ ഇടപെട്ടത്. അതിൻ്റെ ഒരു മേമ്പൊടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കാതെ എന്താണോ വിഷയം പറയേണ്ടത് അതിൻ്റെ കണ്ടന്റുകളെ അദ്ദേഹം ഇവിടെ പരാമർശം നടത്തി പോവുകയുണ്ടായി. പ്രിയപ്പെട്ട അധ്യക്ഷൻ സലാഹുദ്ദീൻ സാറ്, സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട അൻവർ ഷക്കീബ് സാർ, പ്രജിത മാം, അതുപോലെ തന്നെ വൈദ്യനാഥ് സാർ, എൻ്റെ മഹല്ല് പ്രസിഡൻറ്റും ഇതിൻ്റെ എല്ലാമായ ബഹുമാന്യനായ അസ്ലം പാലാറ സാഹേബ്, അതുപോലെ തന്നെ ഫിറോസ് സാഹിബ്, സിറാജുദ്ദീൻ സാഹിബ്, ഞാൻ പേര് പരാമർശിച്ച ഒരുപാട് ആളുകൾ, പരാമർഷ്ടരല്ലാത്ത അത്രമേൽ അല്ലെങ്കിൽ അതിലേറെ പരാമർശിക്കപ്പെടേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ. സമയത്തിൻ്റെ ദൗർലഭ്യം, വിഷയത്തിൻ്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കി ആ ഒരു സാഹസം ഞാനിവിടെ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇതൊരു കുടുംബ സംഗമം പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൃത്രിമത്വം കലർത്തിയിട്ടല്ല ഞാനിവിടെ സംവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കണ്ണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യമായ, മസ്തിഷ്കം കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ ഒരു അവയവം കൂടിയാണ്. മസ്തകമാണ് ഒരു മനുഷ്യ ശരീരം, മാത്രമല്ല മസ്തകവും മസ്തിഷ്കവും കണ്ണും തമ്മിൽ അഭേദ്യമായ ഒരു ആത്മബന്ധം കൂടി ഉണ്ടല്ലോ. കണ്ണ് മസ്തിഷ്കം നൽകുന്ന ചിത്രങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്ക്രീൻ, അതിനെ ഒപ്പിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. നമ്മൾ ആ നിലക്ക് കണ്ണിനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. മനുബുതുലിയ ബി ഹബീബതൈഹി, ഹബീബതൈഹി എന്നാ പറഞ്ഞത്, ബി ഐനൈഹി എന്നല്ല. നിങ്ങളിൽ ആരെങ്കിലും അയാളുടെ രണ്ട് കണ്ണുകളുടെ കാഴ്ച കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഉബുത്തുലിയ എന്ന് പറഞ്ഞാൽ അതൊരു ബലാ, അതൊരു പരീക്ഷണമാണ്. അങ്ങനെ സൈറ്റഡ് ആയ ആളുകൾ ലോകത്തുണ്ട്, ബ്ലൈൻഡ് ആയ ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർക്ക് കണ്ണിന് മാത്രമാണ് അന്ധത ബാധിച്ചത്. പക്ഷെ അവരുടെ അകക്കണ്ണുകളൊക്കെ നമ്മളുടെ കണ്ണിനേക്കാൾ വളരെ HD ക്ലാരിറ്റിയോടുകൂടെ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അകക്കണ്ണിൻ്റെ വെളിച്ചം അത്രമേൽ സുശക്തവും തീവ്രവുമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ബാഹ്യമായ നമ്മുടെ രണ്ട് കണ്ണുകൾ. കണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്ക്. മിഴി കണ്ണാണ്, വിലോചനം കണ്ണാണ്, ദൃഷ്ടി കണ്ണാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഇങ്ങനെയൊക്കെ കണ്ണ് എന്ന് പറയുമ്പം ചക്ഷുസ് കണ്ണാണ്. ഇതൊക്കെ മലയാള ഭാഷയിലാകട്ടെ, കവിതകളിലാകട്ടെ, കഥകളിലാകട്ടെ പല ഭാഗത്തും പല രീതിയിലുമാണ് പ്രയോഗൃതമായത്. അപ്പം മലയാളത്തിൽ സർപ്പത്തിന്, പാമ്പ് എന്ന് പറയുന്നത് തന്നെ പള്ള കൊണ്ട് ഗമിക്കുന്നതാണ്. നാഗം എന്നും അതിന് പറയാറുണ്ട്, നാഭി കൊണ്ട് ഗമിക്കുന്നതായതുകൊണ്ട്. പക്ഷെ അതിന് മലയാളത്തിൽ മറ്റൊരു മൊഞ്ചുള്ള നാമമുണ്ട്, അത് ചക്ഷുശ്രവണൻ എന്നാണ്. ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്ന ഭൂമി ലോകത്തിലെ
ഏകജീവി അഥവാ കണ്ണുകൊണ്ട് കേൾക്കുന്ന ഏകജീവി. അതിന് കർണപുടം എന്ന ഒരു അവയവം മറ്റൊന്നില്ല എന്നർത്ഥം. കണ്ണ് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ കഥ പറയാൻ വിട്ടേക്കുക നമ്മൾ. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ശ്രോതാക്കളാവുകയുള്ളൂ. അതിൻ്റെ അയത്ന ലളിതമായി വാർന്നു വീഴുന്ന കഥാതന്തുകൾ നമ്മുടെ ഹൃദയകമാനങ്ങളെ തുറന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വിരുന്നു വരുമ്പോൾ ലോക ചരിത്രത്തിൽ നമ്മുടെ ശരീര അവയവങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുഖ്യ കഥാപാത്രം കണ്ണായി മാറുന്നത് കണ്ണിൻ്റെ കഥ കേട്ട് തീരുമ്പോഴാണ്. അതാണ് കണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മിഴി തുറന്നു നിന്നിട്ട് തന്നെ, മിഴി അടക്കാതെ, നമ്മുടെ വിലോചനത്തെ പൂട്ടാതെ, നമ്മുടെ ചക്ഷുസ്സിനെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പോളകളെ അടക്കാതെ നമ്മൾ കണ്ണിൻ്റെ കൂടെ തന്നെ നിൽക്കുക. അവിടെയാണ് പ്രവാചക തിരുമേനിയുടെ ഒരു വചനം, മനുബുതുലിയ ബിഹബീബതൈഹി, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ശ്രേഷ്ഠ അവയവത്തെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, അവിടെ നോക്കൂ നിങ്ങൾ ആ പ്രയോഗം, അവൻ്റെ കണ്ണുകളെ കൊണ്ട് എന്നല്ല, ഹബീബതൈഹി, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ 2 അവയവങ്ങളെ കൊണ്ട് അവൻ പരീക്ഷണം നടത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാഴ്ച ഇവിടെ പോയി, ഫസ്വബറ, എന്നിട്ട് അവൻ ശക്തമായി പഴി പറയാതെ, പായാരം പറയാതെ, കുറ്റങ്ങൾ പറയാതെ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം കിട്ടാൻ അതു മതി. അപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാനത്താണ് ലോകത്ത് ഉടയ തമ്പുരാൻ ഇവിടെ ഒരു അവയവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കണ്ണാൻ. അവ കണ്ണിന് നമ്മൾ സ്വർഗത്തിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ പറയുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മളെ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അലം നജ്അൽ ലഹു ഐനൈൻ, നമുക്ക് അല്ലാഹു നാഥൻ എന്തൊക്കെ തന്നിട്ടുണ്ട്. പ്രപഞ്ചാണ്ട കടാകത്തിൻ്റെ സംവിധായകനാകുന്ന ദൈവം തമ്പുരാൻ ഒരു അടിമയ്ക്ക് ഈ ലോകത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവന് സന്മാർഗം കൊടുത്ത്, അവന് ആരോഗ്യം കൊടുത്ത്, അവന് ഫെസിലിറ്റീസ് കൊടുത്ത്, ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൊടുത്ത്, അവന് മറ്റെല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ അനന്ത വിസ്തൃതിയിലേക്ക് തുറന്നു കൊടുത്തു. പക്ഷേ ആദ്യമായിട്ട് ഞാൻ അവന് അത് കൊടുത്തില്ലയോ എന്ന് ഉടമസ്ഥനായ ഉടയ തമ്പുരാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ അവന് 2 കണ്ണ് കൊടുത്തില്ലയോ. അപ്പം ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. അവിടെ നിന്നാണ് കണ്ണ് അതിൻ്റെ സ്വതസിദ്ധമായ കഥ പറഞ്ഞു തുടങ്ങുന്നത് എന്നർത്ഥം. അങ്ങനെ ആ അർത്ഥത്തിൽ കണ്ണിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ അടുത്ത് ഒരു കൊച്ചു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൻ്റെ അകത്ത് ഒരു കൗമാരക്കാരനായ ഒരു കുട്ടിയെ പറ്റിയാണ് കേന്ദ്ര കഥാപാത്രം. ഒരു കൗമാരക്കാരനായ ഒരു കുട്ടിയാണ്. ആ കുട്ടി ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15-16 വയസ്സ് വരും അവന്. പക്ഷേ ട്രെയിനിൽ ഇരിക്കുന്നതിന് പകരം അവൻ്റെ അമ്മയുടെ കൂടെ സീറ്റിൻ്റെ പാർശ്വഭാഗത്ത് നിന്നിട്ട് ജനാലയുടെ കമ്പി പിടിച്ചിട്ട് അവനിങ്ങനെ അനിയന്ത്രിതമായിട്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോൾ കൂടെയുള്ള ട്രെയിനിലെ മറ്റുള്ള യാത്രക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പയ്യൻ ഇങ്ങനെ നിയന്ത്രണം വിട്ടിട്ട് തുള്ളിച്ചാടുന്നത്? അവൻ എന്തെങ്കിലും മനോവൈകല്യം ഉണ്ടോ? അല്ലെങ്കിൽ LD ആയ ഒരു കുട്ടിയാണോ? അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടോ? അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരികയാണ്. അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ. അവൻ ഇതുവരെ ലോകത്തൊന്നും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ശസ്ത്രക്രിയയിലൂടെ അവന് ലോകത്തിൻ്റെ മഞ്ചുളമായ കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്ന് നേത്രവിദഗ്ധരായ അഭ്യസ്തവിദ്യരായ വിശ്വഗ്ര വിശാരദന്മാർ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ആ ആതുരാലയത്തിൽ എൻ്റെ മകൻ്റെ നേത്ര ഓപ്പറേഷൻ ചികിത്സകളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച അവിടെ വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ. ഈ തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലാണ് എന്നെ അവൻ കണ്ടത്. ഞാനൊന്ന് ആലോചിക്കുകയാണ്, നമുക്ക് ഏറ്റവും ലോകത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് മോനെ എന്ന് വിളിച്ചിട്ട് ഇടവഴിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന മാതാവിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. പിതാവിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്. ഇതിന് ലോകത്ത് എന്ത് വിലയ്ക്കാണ് ഇതിനെ ടാലിയാക്കാൻ കഴിയുക, ഇതിനെ പകരം വെക്കാൻ കഴിയാം? അപ്പം ആ കുട്ടി നിയന്ത്രണം വിട്ടിട്ട് തുള്ളിച്ചാടുകയാണ്. അപ്പം എന്താ? അവൻ പാടശേഖരങ്ങളുടെ പച്ചപ്പ് കാണാൻ, അവൻ ചിത്രശലഭത്തിൻ്റെ ചിറകടി കാണാൻ, അവൻ മരങ്ങളുടെ മനോഹാരിത കാണുകയാണ്, അവൻ മാമലകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി തലച്ചായ്ച്ച് കിടക്കുന്ന രമ്യതയുടെ മനോഹാരിത കാണാൻ. അങ്ങനെ ലോകത്തെ മുഴുവൻ അവൻ നിറഞ്ഞു കാണുമ്പോൾ അവൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടിട്ട് അനിയന്ത്രിതമായിട്ടാണ് അവൻ തുള്ളിച്ചാടുന്നത്. ഒരു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ്. നമ്മൾ നിത്യേന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്
നമുക്കതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ വില എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പുതിയ ലോകത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കാൻ. ദി ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഓഫ് ദി ടൈം ഈസ് ദാറ്റ് ദി എയിംസ് ആർ ടു ഷോർട്ട് ടു അച്ചീവ് ഇറ്റ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷുകാർ. നമ്മളെ മുമ്പിൽ ലക്ഷ്യങ്ങൾ തുലോം തുച്ഛമായി കൊണ്ടിരിക്കാൻ, ലക്ഷ്യങ്ങൾ വളരെ ചെറുതായി കൊണ്ടിരിക്കാൻ. ഇപ്പം മൊബിലിറ്റി, ഞാൻ പറയട്ടെ, സൈറ്റഡായ ആളുകളാണ് നമ്മളെല്ലാം. കണ്ണ് തുറക്കുന്നു, ആ തുറക്കുന്ന ഉടനെ തന്നെ കണ്ണുകൊണ്ട് ലോകത്തെല്ലാ കാഴ്ചകളും കാണുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഒരു മൊബിലിറ്റി. ഇപ്പം അടുത്ത് ഞാൻ ഈ എബിലിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലുള്ള അന്ധവിദ്യാർത്ഥികൾക്കും മറ്റുള്ള ഡഫ് ആൻഡ് ഡംബായ കുട്ടികളുണ്ട്, അവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. അതിൽ മുഖ്യ ആകർഷകം ബ്ലൈൻഡായ കുട്ടികളായിരുന്നു. അപ്പം ഈ ബ്ലൈൻഡായ കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ആ ബ്ലോക്കിലുള്ളത് മുഴുവൻ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടികളാണ്. അപ്പം ആ കുട്ടികൾ ലോകത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു മൊബിലിറ്റി പരിശീലനത്തിലൂടെ നമ്മൾ കൂടി ആർജിച്ചെടുക്കാൻ. അപ്പം അവിടെ വരുന്ന കണ്ണിന് കാഴ്ചക്ക് മങ്ങലൊന്നും ഏൽക്കാത്ത, നല്ല കൃത്യമായ ദൂരക്കാഴ്ചയും ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒക്കെ ഉള്ള, കണ്ണിൻ്റെ റെറ്റിനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത, മറ്റ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നമ്മൾ സാധാരണ ആളുകൾ വന്നിട്ട് അവിടെ അവർ ചെയ്തു തരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കുറുകെ ഒരു കറുത്ത നാട കെട്ടുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് തരാൻ, ചെറിയ ഒരു ഊന്നുവടി തരാൻ. അത് ഉപയോഗിച്ച് 2-3 മണിക്കൂർ നമ്മൾ അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തണം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ നാട തുറന്ന് വീണ്ടും കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരുമ്പോൾ അറിയാതെ നമ്മളെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്തിനാണ്? മുൻപ് നമ്മളിത് അനുഭവിച്ചു പോയി. ആ അനുഭവത്തിൻ്റെ തീഷ്ണതയിൽ അകക്കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജനുസിനെ നമ്മളിവിടെ ഓർത്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും തിരിച്ചറിയണം, ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഞാൻ പറഞ്ഞ മലയാള ഭാഷയിലെ കണ്ണിൻ്റെ പര്യായങ്ങളിലേക്ക് മറ്റൊരു വാക്കുകൂടി കവി നമുക്ക് എഴുതി ചേർത്ത് തരികയാണ്. അതേതാണ്? അക്ഷി. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായ. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് അരൂപൻ, രൂപനില്ലാത്ത ഈശ്വരൻ തമ്പുരാനെ എങ്ങനെയാണ് പിന്നെ കാണാൻ കഴിയുക? രൂപമുള്ള നിന്റെ സഹജീവിയെ നിനക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ അൽ-റിഹാൻ പലപ്പോഴും അരുവൽക്കരണത്തിൻ്റെ ഒരു തത്വം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നനവിൻ്റെ, ആർദ്രതയുടെ. കണ്ണ് നനവിൻ്റെ ഒരു പ്രതീകമാണ്. കണ്ണ് വലിയൊരു അത്ഭുതമാണല്ലോ. നമ്മുടെ ഈ വിലോചനം വലിയൊരു അത്ഭുതമാണല്ലോ അല്ലേ? അതിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ സൃഷ്ടി വൈഭവം, അതുണ്ടാക്കുന്ന വൈവിധ്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്തിരി പോന്ന 20 ഗ്രാം സൈസുള്ള ഒരു കുഞ്ഞു സാധനം, തൂക്കമുള്ള ഒരു സാധനം അല്ലേ? ഇത്തിരി പോന്ന ആ കണ്ണ് ലോകത്തുണ്ടാക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. അതുകൊണ്ട് ബലിഷ്ഠമായ ഒരു അസ്ഥിപഞ്ജരത്തിൻ്റെ ഉള്ളിലേക്ക് ഉടയ തമ്പുരാൻ അതിനെ കൊണ്ടുപോയി സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണത്? നമ്മുടെ മുഖത്തൊക്കെ ഒരു ഫുട്ബോൾ പോലെയുള്ള ഒരു വസ്തു വന്നിട്ട് മുഖത്തിൻ്റെ പ്രതലത്തിൽ വന്നിട്ട് ആഞ്ഞടിച്ചാലും കണ്ണ് സേഫാകണം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടം അസ്ഥിപഞ്ജരങ്ങളാണ്. മാത്രമല്ല, എത്ര നേരം നമ്മൾ ഇമ്മ വെട്ടുന്നുണ്ട്? ഒരു മിനിറ്റിൽ 17 പ്രാവശ്യം, ഒരു മണിക്കൂറിൽ 1200 പ്രാവശ്യം, ഒരു ദിവസം 28,800 പ്രാവശ്യം നമ്മളറിയാതെ പ്രകൃതി നമ്മളെ ഇമ്മ വെട്ടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ മിഴി തുറക്കുന്നു, മിഴി അടക്കുന്നു. ഒരു കാറ് അതിൻ്റെ പ്രധാന ഗ്ലാസിൻ്റെ മുകളിൽ അതിൻ്റെ വൈപ്പർ ഇട്ടിട്ട് അതിനെ ക്ലീൻ ചെയ്യും പോലെ ഒരു യാന്ത്രികത. അപ്പം മനുഷ്യൻ ഒരു യന്ത്ര സംവിധാനത്തിൻ്റെ ഭാഗധേയം കുറിച്ചിട്ട് കണ്ണിനെ തിരിച്ചറിയുകയാണ്. ആ കണ്ണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അസാമാന്യമായ പ്രക്രിയകളെ പറ്റി നമ്മൾ പലപ്പോഴും ബോധവാന്മാരാകണമെന്നർത്ഥം. ഇനി കണ്ണീരിനെ ചിന്തിച്ചു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. കണ്ണീര്, അതിൻ്റെ ഘടകങ്ങൾ എത്രയാണ്? അത് വളരെ വൈവിധ്യങ്ങളല്ലേ? അത് വളരെ വ്യതിരിക്തമായതല്ലേ അല്ലേ? ചൂടുള്ള കണ്ണീരുണ്ട്, ശീതളമായ കണ്ണീരുണ്ട്. ഒരു കണ്ണീരിനെ പറ്റി നമ്മൾ ആനന്ദാശ്രു എന്ന് പറയും, മറ്റൊരു കണ്ണീരിനെ പറ്റി നമ്മൾ സങ്കടാശ്രു അല്ലെങ്കിൽ സന്താപാശ്രു എന്നൊക്കെ പറയും. രണ്ടും അശ്രുവാണ്. दोनों आंसू है, लेकिन एक आंसू वो खुशी का आंसू है और दूसरी आंसू वो दुख का आंसू है. खुशी का आंसू में जो वो ठंडी हो जाती है और दुख का आंसू थोड़ी गर्म हो जाती है. ദുഃഖത്തിൻ്റെ കണ്ണീരുണ്ട്, ആനന്ദത്തിൻ്റെ കണ്ണീരുണ്ട്. പണ്ട് യേശുദാസാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ
കണ്ടനാളങ്ങളിലൂടെ മലയാളി ഓർത്തെടുത്തൊരു വരിയുണ്ട്. അതിങ്ങനെയാണ്: കണ്ണുനീരിനും ചിരിക്കാൻ അറിയാം, കഥനം മറക്കുന്ന നോവെങ്കിൽ കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റാൽ. ഒരു കാറ്റിൻ്റെ ചുംബനമേൽക്കുമ്പോൾ യേശുദാസ് മാത്രമല്ല പാടുക, കാട്ടിൻ്റെ മുളയും ഈറയും പാടാറുണ്ട്. കാരണം ഒന്ന് മറ്റൊന്നിനോട് ഇങ്ങനെ ഇഴപിരിയുന്ന നേരത്ത് അത് ഒരു ഉദ്യാനം പോലെ തപോവനത്തിൻ്റെ സാന്ദ്രമായ സംഗീതമാണ്. അതുപോലെ കണ്ണീര് ചിരിക്കാറുണ്ട് എന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കണ്ണീരൊക്കെ ചിരിക്കാറുണ്ട്. എല്ലാവർക്കും പലപ്പോഴും ചൂടുള്ള കണ്ണീരല്ല വരാറുള്ളത്. അതുകൊണ്ട് കണ്ണീരിൻ്റെ ഘടകങ്ങൾ പോലും കണ്ണിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ചൂടുള്ള കണ്ണീര് ലബോറട്ടറികളിൽ പരിശോധന നടത്തുമ്പോൾ കണ്ണിൻ്റെ വിശാരദന്മാരായിരിക്കുന്ന അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ഡോക്ടർമാർ കൂടിയുള്ള ഒരു സദസ്സു കൂടിയാണിത്, അല്ലേ? അതുപോലെ തന്നെ തണുപ്പുള്ള സന്തോഷത്തിൻ്റെ കണ്ണീര്, ഉള്ളിയെരിയുമ്പോൾ അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണീര്, ഇതിൻ്റെയൊക്കെ രാസപരിവർത്തന സ്വഭാവങ്ങൾ തീർത്തും വ്യതിരിക്തമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് കണ്ണ് ഒരു കയ്യൊപ്പായി മാറുന്നത് എന്നർത്ഥം. ആ കണ്ണിൻ്റെ മുറ്റത്താണ് നമ്മളുള്ളത്. കണ്ണ് നമ്മളോട് ഇനിയും അതിൻ്റെ ഒരുപാട് കഥ പറയും. പൊടിപടലങ്ങൾ വരുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്, അല്ലേ, എത്ര മനോഹരമായിട്ടാണ് ആ കണ്ണ് അതിൻ്റെ ഉൾഭാഗത്തെ നനവുകളെ പരിചരിക്കുന്നത്. ഒരു പൊടിപടലം വരാൻ, ദൂസരം, ഈ ധൂമപാളികൾ വരാൻ. ധൂമപാളികൾ പുറത്തുനിന്ന് വരുമ്പോൾ വളരെ നനവില്ലാത്ത, വെറ്റല്ലാത്ത, വളരെ പ്രതലമാണ് കണ്ണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ കൃഷ്ണമണിയുടെ അവസ്ഥ? അപ്പൊ ആരാണ് അതിൻ്റെ ഉള്ളിലെ ജലസംവിധാനത്തെ ഇങ്ങനെ പരിരക്ഷിച്ച്, പരിപോഷിപ്പിച്ച്, പരിപാലിച്ച് കൊണ്ടുപോകുന്നത്? ആരാണ്? എല്ലാത്തിൻ്റെ പിന്നിലും there is a creator. He is almighty God എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ കണ്ണിലൂടെ കണ്ടെത്തുകയാണ്. നമ്മൾ പറയാറുണ്ട് എല്ലാ വിജ്ഞാനങ്ങളും കേട്ടറിയാനുള്ളതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒക്കെ തന്നെ വിജ്ഞാനങ്ങളെ നമ്മിലേക്ക് സ്വാംശീകരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. പക്ഷെ മനുഷ്യൻ കൂടുതൽ അൽഷിമേഴ്സ് വന്നാലും മറക്കാത്ത വിജ്ഞാനീയങ്ങൾ അവൻ്റെ മനസ്സിൽ ഉള്ളിൽ പോയിട്ട് തറക്കണം എങ്കിൽ അത് കണ്ടറിഞ്ഞ വിജ്ഞാനങ്ങൾ തന്നെ വേണം. അതുകൊണ്ടാണ് കണ്ടറിവ് എന്നൊരു അറിവ് ഭൂലോകത്ത് ജനിച്ചത്. കണ്ടറിവ്, അവൻ കണ്ടിട്ടാണ് അതിനെ പഠിച്ചത്. വിഷ്വൽസ് ആവാം, പുസ്തകങ്ങൾ വായിച്ചിട്ടാകാം, ഒരനുഭവത്തെ കണ്ടിട്ടാകാം. അപ്പൊ കണ്ണ് ഒപ്പിയെടുക്കാൻ, അല്ലേ? ഇനി നമ്മുടെ കണ്ണിനെ ഒരു ക്യാമറയാക്കി നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇപ്പൊ കെവിൻ കാർട്ടർ, സുഡാനിൽ, നമുക്ക് കെവിൻ കാർട്ടറിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം സുഡാനില് ഈ വലിയ കലാപം ഉണ്ടായിട്ട് സുഡാനിലെ ദരിദ്ര നാരായണന്മാരായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അമേരിക്ക ഭക്ഷണ പൊതികളുമായിട്ട് ഒരു പുതിയ ഫ്ലൈറ്റ്, ഒരു കാർഗോ വിമാനം സുഡാനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സീറ്റില്ല, സൈനിക വിമാനമാണ്. അതുകൊണ്ട് മുഴുവൻ ഭക്ഷണത്തിന്റെ കിറ്റുകൾ വെക്കാനുള്ള ഒരു ഹാള് പോലെയാണ് ആ വിമാനത്തിന്റെ അന്തർഭാഗം. പക്ഷേ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അദ്ദേഹം അവിടുത്തെ പൈലറ്റിനോട് കെഞ്ചിയിട്ട് പറയാൻ, എനിക്ക് സീറ്റ് വേണമെന്നില്ല, ഈ ഭക്ഷണ പൊതികൾക്കിടയിൽ ഞാൻ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ ചമ്രം പടിഞ്ഞിരുന്നോളാം. എന്തിനാണ്? എനിക്കൊരു ദൗത്യമുണ്ട്, ഒരു ക്യാമറാമാൻ്റെ മുമ്പിൽ ഒരുപാട് ദൗത്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ക്യാമറാമാൻ അവിടെ സഭാമര്യാദകൾ എന്താണ് എന്ന് പോലും നോക്കാതെ നിങ്ങൾ അങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയല്. കാരണം എന്താ? അദ്ദേഹം ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരു ആൽബമായി വരുമ്പോൾ ലോകം വിലയിരുത്തൽ എന്നെയാണ്. ആ ബോധ്യത്തിന്റെ പുറത്താണ് കെവിൻ കാർട്ടറും പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഒരു വീട് ഇങ്ങനെ കത്തി ചാമ്പലാകുന്ന നേരത്ത് പ്രാണരക്ഷാർത്ഥം ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും പുറത്തേക്ക് ഓടുമ്പോൾ ആ വീട്ടിലേക്ക് ഓടുന്ന ഒരാളുണ്ടാകും. അതൊരു പത്രപ്രവർത്തകനും ഒരു ക്യാമറാമാനുമായിരിക്കും. കാരണം അത് ദൗത്യമാണ്. ആ ദൗത്യത്തെ പോലെയാണ് കെവിൻ കാർട്ടർ അമേരിക്കയിലെ ഈ ഭക്ഷണ വിതരണം ചെയ്യാനുള്ള ഫ്ലൈറ്റിന്റെ അകത്ത് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ട് സുഡാനിൽ പോയിട്ട് വിമാനം ഇറങ്ങുന്നത്. വിമാനം ഇറങ്ങുന്ന നേരത്ത് ആകെ 3/4 മണിക്കൂർ സമയമാണ് തിരിച്ചു വരാനുള്ളത്. കെവിൻ കാർട്ടർ വന്നാലും ഇല്ലെങ്കിലും സമയമായാൽ വിമാനം തിരിച്ച് അമേരിക്കയിലേക്ക് പറക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ തനിക്ക് നിർവഹിക്കാനുള്ള ദൗത്യം മുഴുവൻ നിർവഹിക്കണം. കെവിൻ കാർട്ടർ അദ്ദേഹത്തിൻ്റെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിലാണ് ഭക്ഷണപ്പൊതി വന്ന വിമാനത്തിൻ്റെ സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നിലത്തിട്ടേച്ച് ആ ഭക്ഷണപ്പൊതി വാങ്ങാൻ വേണ്ടി ഓടിപ്പോവാൻ. പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് മറ്റേതോ ഒരു ജീവച്ഛവമായി പോയ ഈ കുഞ്ഞുണ്ടല്ലോ, ഒരു ശരീരത്തിൻ്റെ വസ്ത്രത്തിൻ്റെ അംശം പോലും ആ ശരീരത്തിലില്ല. ആ ഒടിഞ്ഞു തൂങ്ങിയ കൊഞ്ചു പോലെയായിരിക്കുന്ന കുഞ്ഞിനെ
മരിപ്പറമ്പിൽ ഇട്ടേച്ചിട്ടാണ് ഈ അമ്മ പോയത്. അപ്പൊ ഈ അമ്മ ഭക്ഷണപ്പൊതി എടുത്തിട്ട് കുഞ്ഞിന്റെ അടുക്കലേക്ക് തിരിച്ചു വരും. കെവിൻ കാർട്ടർ ഈ കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. ആ കുഞ്ഞിനെ കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ ഒരു ഭീകര ജീവിയായ, ഒരു ഹിംസ്ര ജന്തുവായ ഒരു കഴുകൻ, ആ കുഞ്ഞിനോളം വലിപ്പമുള്ള ഒരു കഴുകൻ ആ കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് ആ കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകാൻ തക്കം പാർത്ത് നിൽക്കുകയാണ്. ആ ഒരു സ്നാപ്പ് എടുക്കാൻ വേണ്ടി വിമാനത്തിന്റെ സൈറൺ മുഴങ്ങി കെവിൻ കാർട്ടർ തിരിച്ചോടി. അത് പിന്നെ പ്രസിദ്ധീകരിച്ചു. 1994 ആ ഫോട്ടോഗ്രാഫിക്ക്, ലോകത്തെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫിക്കുള്ള പുലിസ്റ്റർ സമ്മാനം കിട്ടി. പക്ഷേ ആ കുഞ്ഞെന്തായി എന്ന ചോദ്യത്തിന്, ലോകത്തെ മുഴുവൻ ആളുകളുടെയും ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ പുലിസ്റ്റർ സമ്മാനം കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു എന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, കെവിൻ കാർട്ടർക്ക് ആ ഒരു സ്നാപ്പ് എടുക്കാൻ അദ്ദേഹത്തിന്റെ ക്യാമറയുടെ ഡയഫ്രം അതൊന്ന് ചെരിക്കേണ്ടി വന്നു, പിടിക്കേണ്ടി വന്നു, അല്ലേ? ഒരു ക്യാമറാമാൻ്റെ ഏറ്റവും വലിയ സാഹസം എന്താണ്? ഇതെടുക്കുന്നതിൻ്റെ മുമ്പ് അവരെ സൂം ചെയ്യണം, സൂം ഔട്ട് ചെയ്യണം, അതിൻ്റെ വേർഷൻ ക്ലിയർ ചെയ്യണം, അതിൻ്റെ പൊസിഷൻ നന്നാക്കണം. അതാണ് ഞാൻ പറയുന്നത്. ആ സ്ഥാനത്ത് നമ്മുടെ കണ്ണാകുന്ന ഒരു ക്യാമറ, അത് ഒരു കാഴ്ചയെ കാണുമ്പോഴേക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകളെ കൊണ്ട് അതിനെ ഒപ്പിയെടുക്കാൻ നമ്മളൊരു ഡയഫ്രം ക്ലിയർ ചെയ്യേണ്ട ആവശ്യം പോലും അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. കണ്ണെന്തൊരു വലിയ അത്ഭുതമാണ്, അല്ലേ? അതിനെ ഇനി ഒരു ക്യാമറയായി നമ്മൾ സങ്കല്പിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് എത്ര മെഗാ പിക്സലാണ്? 576 മെഗാ പിക്സലാണ് എന്നർത്ഥം. ഞാനും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ വർഷത്തെ പുതിയ ഐഫോൺ അത് 8 മെഗാ പിക്സൽ മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് എൻ്റെയും നിങ്ങളുടെയും വിലോചനം, നമ്മുടെ ചക്ഷുസ്, നമ്മുടെ മിഴി, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ അക്ഷി, നമ്മുടെ കണ്ണായ കണ്ണ് അത് 576 മെഗാ പിക്സലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷാപരമായിട്ടും അതിന് വലിയ പ്രത്യേകത ഉണ്ട്. കണ്ണ് എന്നുള്ളത് എത്ര ഭാഷയിലേക്ക് സാംക്രമികമായിരിക്കുന്ന പ്രസരണം നടത്തി, അല്ലേ? ചെമ്മാട്ടിൻ്റെ കണ്ണായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് ചെമ്മാട്ടങ്ങാടിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം എന്ന അർത്ഥം. എന്തിനാണ് ഭാഷ അവിടെ കണ്ണ് എന്ന് തന്നെ കൊണ്ടുപോയി വിലയിരുത്തിയത്? മെരെ ആംഖോം കി താരെ മെരെ ദിൽ കെ സഹാരെ എന്ന് ഉറുദുവിൽ പറയാറുണ്ട്. ആംഖോം കി താര, കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് നമ്മൾ പറയാറില്ലേ? ഞാൻ അവനെ അല്ലെങ്കിൽ ഞാൻ അവളെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് കാത്തു സൂക്ഷിച്ചത് എന്ന് പറയുന്ന ആലങ്കാരികതക്കിടയിലും കണ്ണ് ഒരു കഥാപാത്രമായിട്ട് നമ്മളോട് കഥ പറയുകയാണ്. യു ആർ ആപ്പിൾസ് ഓഫ് മൈ ഐസ്, എൻ്റെ കണ്ണിൻ്റെ ആപ്പിൾ, അല്ലേ? ആപ്പിൾസ് ഓഫ് മൈ ഐസ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ കണ്ണ് ഒരു വലിയ കേന്ദ്ര കഥാപാത്രം തന്നെയാണ്. ആ കണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ണ് ഒരു സമുദ്രമാകുന്നത് തോന്നിപ്പോകുന്നു. കണ്ണിലേക്ക് വീണ്ടും ഇറങ്ങണം. കണ്ണൊരു സമുദ്രമാണ്. കണ്ണിനകത്ത് അല്പം മില്ലിഗ്രാം വെള്ളം മാത്രമേ കണ്ണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത് തിരയടിക്കുന്ന ഒരു പാരാവാരമാണ്, അതൊരു സമുദ്രമാണ്. കാരണം എന്താണ്? ആദ്യം അതിനെ കാണുമ്പോൾ നമുക്ക് കണ്ണായി മാത്രമേ തോന്നുള്ളൂ. പിന്നെയാണ് കണ്ണിൻ്റെ കടലാഴം ബോധ്യപ്പെടണമെങ്കിൽ കോഴിക്കോട്ട് തിരയടിക്കുന്ന കടലിൻ്റെ പാർശ്വഭാഗത്ത് കൂടെ നടക്കുമ്പോൾ അതൊരു തിരമാല, തരാതരം തിര തല്ലി തിമർക്കുന്ന ഒരു കടൽ മാത്രമാണ്. ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ആഴം കൂടിക്കൊണ്ടേയിരിക്കാൻ. പിന്നെ കടലിൻ്റെ പ്രത്യേകത എന്താ? ആഴം കൂടുന്നു എന്ന് മാത്രമല്ല, ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്തെ പവിഴപ്പുറ്റുകളെ ഞാൻ അറിഞ്ഞത്, അതിനകത്തെ ആന്തരികതയെ ഞാൻ അറിഞ്ഞത്, അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒറ്റ സെക്കൻഡിൻ്റെ ഉള്ളിൽ 50ഓളം കാഴ്ചകളെ ഒപ്പിയെടുക്കാനും അല്പനിമിഷങ്ങൾക്കുള്ളിൽ 20 ലക്ഷം പ്രൊസീജിയറുകളെ, പ്രോഗ്രാമുകളെ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും സാധ്യമാകുന്ന ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നയനം അതുതന്നെയാണ് കണ്ണ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്ക്, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ അവന് കണ്ണ് കൊടുത്തില്ലയോ എന്ന ചോദ്യത്തിൻ്റെ അകത്ത് കണ്ണായ ചില കാതലുകൾ അരുപറ്റി കിടക്കുന്നുണ്ട്. അതിലേക്ക് മനുഷ്യൻ അവൻ്റെ ലുബ് കൊണ്ട്, മസ്തകം കൊണ്ട്, മസ്തിഷ്കം കൊണ്ട് അതിനെ ചിന്തിക്കുമ്പോഴാണ് കണ്ണിൻ്റെ അപരിമേയമായ പ്രത്യേകതകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ണിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ്. അല്ലാതെ കണ്ണിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇഴകീറി പരിശോധന നടത്തിയിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു സദസ്സു പോലുമല്ല. പക്ഷേ അത് ഒന്ന് പറയുമ്പോഴേക്ക്, അതിനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോഴേക്ക് ഇത്രമേൽ എനിക്ക് വാചാലനാവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കണ്ണ്
അകക്കണ്ണിന്റെ വെളിച്ചം പോലെ ഒരു പുറത്തെ കണ്ണ്. ഐനാനിഫി വഹിരിഹി വൈനാനിഫി ജൗഫിഹി, അകത്ത് 2 കണ്ണ്, പുറത്ത് 2 കണ്ണ്. അൽ റൈഹാൻ ഇതിൻ്റെ സ്ഥാപക നേതാവ് കൂടിയായ അഭിമന്യനായ സലാഹുദ്ദീൻ സാറ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ മധ്യേ പരാമർശിച്ച അദ്ദേഹം അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വന്യ പിതാവ് മർഹൂമായി പോയ PV അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആ ത്യാഗിവര്യനായ മനുഷ്യൻ, മുൻ മെഡിക്കൽ ഫാർമസി ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ പുഷ്കല സേവനങ്ങൾ നിർവഹിക്കുകയും മക്കളെ അതേ ആശയങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു കൃതഹസ്തനായി കാലയവനികക്കുള്ളിലേക്ക് ആരോടൊന്നും പറയാതെ മന്ദസ്മിതം തൂകിയിട്ട് കടന്നുപോയ മനുഷ്യനെ ഈ ധന്യതയാർന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനാപൂർവം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം സർവനാഥൻ സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഇന്നിൻ്റെ സായന്തനത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കണം, ലോകത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അൽ റൈഹാൻ അതിൻ്റെ ട്രസ്റ്റ്, അതിൻ്റെ ചാരിറ്റി ഒരുപാട് കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്ലൈൻഡ് ആയ ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ലോകത്ത് ചാലഞ്ച് നേരിടുന്ന ഓരോ ആളുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ കണ്ണിൽ ഒരു കരട് പോകുമ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കും ലോകത്ത് ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണ് എന്ന്, അല്ലേ? നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഏറ്റവും വലിയ ഒരു പോളിസി ഉണ്ട്. അതേതാണ്? നമ്മളെക്കാൾ ശക്തി കുറഞ്ഞുപോയ ആളുകളെ പറ്റി ചിന്തിക്കലാണ്. ഇപ്പം ഇന്ന് സായന്തനത്തിൽ നമ്മൾ കുടിച്ച വെള്ളത്തിന് ആരും നമ്മളോട് കണക്ക് ചോദിച്ചിട്ടില്ല, അല്ലേ? കളി കഴിഞ്ഞ്, എക്സസൈസ് കഴിഞ്ഞ്, വാക്കിങ് കഴിഞ്ഞ്, ജോഗിങ് കഴിഞ്ഞ്, നമ്മളെ മെഡിറ്റേഷൻ, യോഗ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മളൊരു ജഗ് വെള്ളം കുടിക്കും. പക്ഷേ നമ്മളെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ചില ആളുകൾ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉപ്പ 5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അപ്പുറത്ത് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മീനച്ചൂടിൻ്റെ വറുതിയിൽ SSLCക്ക് പഠിക്കുന്ന മോന് വന്നിട്ട് അരുത് ഉപ്പ എന്ന് പറഞ്ഞിട്ട് ആ ജഗ് വാങ്ങി വെക്കുക. എന്തിനാണ്? ഉപ്പാൻ്റെ കിഡ്നിയുടെ അരിപ്പകൾക്ക് അത് അരിച്ചെടുക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഒരു ജഗ് വെള്ളം കുടിച്ചാൽ നമ്മളോ? അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ ആ പിതാവിനെയും ആ മകനെയും നമുക്ക് കാണേണ്ടി വന്നു. ഇങ്ങനെ സഹജീവിയെ കാണാൻ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് കണ്ണായ കണ്ണിൻ്റെ മൊഞ്ചും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഈ അടുത്തൊരു ട്രെയിൻ യാത്രയിൽ ഞാൻ രക്ഷിതാവിനെ ബന്ധപ്പെട്ടു, കണ്ടു പരിചയപ്പെട്ടു. ആ രക്ഷിതാവിൻ്റെ കൂടെയുള്ള ഒരു പയ്യൻ ഡെഫ് ബ്ലൈൻഡാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഡെഫ് ബ്ലൈൻഡ്, പറയാനും മനസ്സിലാക്കാനും നല്ല സുഖമുണ്ട്. പക്ഷെ ആ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാൾ വലിയൊരു സാഹസം എന്താണ്? ആ കുട്ടി ഡെഫ് ആൻഡ് ഡംബാണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. പിന്നെ ആകെ ഈ ശിരസിലുള്ള ഒരു പ്രധാന അവയവം ഏതാണ്? ഈ കണ്ണാണ്, നയനമാണ്, മിഴിയാണ്. മിഴി കൊണ്ട് കാണാനും കഴിയൂല. അപ്പോൾ ഡെഫ് ആൻഡ് ഡംബായ ഒരു കുട്ടിയുടെ മുമ്പിൽ സൈൻ ലാംഗ്വേജ് ഉണ്ട്. ആംഗ്യഭാഷയിലൂടെ സംസാരശേഷിയില്ലാതെ ഊമയും ബധിരയുമായ ഒരു കുട്ടിയുടെ മുമ്പിൽ ആംഗ്യം ഒരു ഭാഷയാണ്. അതുകൊണ്ട് ചരിത്രം ആംഗ്യഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കാം, തെറി പറയാം, നല്ലത് പറയാം, പ്രമോഷൻ കൊടുക്കാം, എല്ലാം ചെയ്യാം. നമ്മളെക്കാൾ ലോകത്തെ എല്ലാ ആളുകൾക്കും പരിചയപ്പെടാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ആംഗ്യഭാഷ. പക്ഷേ ഈ കുട്ടി ബ്ലൈൻഡ് കൂടിയാണ്. അതുകൊണ്ട് സൈൻ ലാംഗ്വേജും പറ്റൂല. എന്നാൽ പിന്നെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഡെഫാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചു, അമ്മേ, എങ്ങനെയാണ് നിങ്ങളുടെ മകനായിട്ട് ആശയവിനിമയം നടത്തുന്നത്? അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കീബോർഡ് എടുക്കും പോലെ ഈ കുഞ്ഞിൻ്റെ കൈത്തടം, ഈ കരവലയം, ഈ കൈയിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് ആ അമ്മ ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. തൻ്റെ 2 കരാങ്കുലി കൊണ്ട്, കൈവിരലുകളെ കൊണ്ട് ടൈപ്പ് ചെയ്യാണ്. എൻ്റെ മകൻ ആ ഭാഷ വായിച്ചെടുത്ത് കഴിഞ്ഞു എന്ന് പറയാൻ. നമ്മളെ കണ്ണ് നിറയാൻ വേറെ ഒടുക്കും പോണ്ട. അങ്ങനെ ജീവിക്കുന്നൊരു ജന്മത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ നേരത്ത് മിഴി തുറക്കുമ്പോൾ ഈ കാഴ്ചകൾ ഒരു മങ്ങലുമില്ലാതെ നമ്മൾ കാണാൻ. അതിൻ്റെ ഇടയിൽ ഒരു പർദാബി നഹിഹേ, ഒരു കേർട്ടൻ ഇല്ല. നമ്മൾ നേരെ ഡയറക്റ്റ് കാണാൻ. ആ കാഴ്ചയുടെ ശക്തി എന്താണ് നമുക്കറിയുന്നില്ല. അതറിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്നും കാണും എന്ന ബോധ്യത്തിൻ്റെ ധൈര്യം കൊണ്ടാണ് നമുക്ക് ആ കാഴ്ചയുടെ ശക്തി എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാതായി പോകുന്നത്. അതുകൊണ്ട് കണ്ണ് ഒരുപാട് ഭാഷകൾ കൈമാറ്റം ചെയ്യുന്ന സങ്കേതമാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ അടുത്താണ് കൊച്ചിയിലെ മണപ്പാട്ടിപ്പാടത്ത് 2 ദമ്പതികൾ വന്നിട്ട് കൃഷി ചെയ്യാൻ. അത് റിവൈവൽ എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് ദമ്പതികൾ കാണാൻ, കേരളം കാണാൻ ബ്രിട്ടീഷുകാർ വരാറുണ്ടല്ലോ. അപ്പോൾ കൊച്ചിയിലെ റിവൈവൽ ഹോട്ടലിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലുള്ള കേർട്ടൻ 2 പാർശ്വങ്ങളിലേക്ക് വകഞ്ഞു മാറ്റിയിട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഭാര്യ
അവള് ഭർത്താവിൻ്റെ ബാഗിലുണ്ടായിരുന്ന ലെൻസ് ബൈനോക്കുലർ എടുത്തിട്ട് കൊച്ചിയിലെ മണപ്പാട്ടിപ്പാടത്തിൻ്റെ കണ്ണെത്താ ദൂരത്ത് കാണുന്ന കാഴ്ചകളെ ലെൻസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, ഭർത്താവ് തൂമ്പായി എടുത്തിട്ട് നിലം കൊത്തുന്നു, ഭാര്യ പാടവരമ്പത്തിലൂടെ അദ്ദേഹത്തിന് ഭക്ഷണപ്പൊതികൾ കൊണ്ടുപോയി കൊടുക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും കണ്ണോട് കണ്ണ് കൈമാറിയിട്ട് ആശയവിനിമയം നടത്തുന്നു. അവർ വൈകുന്നേരം വരെ അവിടെ പണിയെടുക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അയാൾ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഭാര്യയും ഭർത്താവും പോയിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഇടാൻ. ആര്? ഇംഗ്ലീഷുകാർ. ഇത് കണ്ട ആളുകൾ, റിവൈവൽ ഹോട്ടലിൽ നിന്ന ആളുകൾ മണപ്പാട്ടിപ്പാടത്തെ കാഴ്ചയെ പറ്റി പറഞ്ഞ ക്യാപ്ഷൻ എന്താ അറിയോ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒരു വാക്കുച്ചരിക്കാത്ത ആശയവിനിമയം. ആരാ അവിടെ തൂലിക ചലിപ്പിച്ചത്? ആരാ അവിടെ പ്രസംഗിച്ചത്? നാവല്ല, അധരമല്ല, നയനമായിരുന്നു, കണ്ണായിരുന്നു. അങ്ങനെ വീടുകളിലൊക്കെ നടക്കുന്നൊരു സാധനമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ റൊമാൻസ് എവിടെയാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇദാ നദറ ഇലൈക, നിനക്ക് അനുവദിച്ചു തന്ന ഭാര്യയുടെ കണ്ണിലേക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണിലേക്ക് മാത്രം നീ നോക്കണം. വനദറത് ഇലൈഹി, അപ്പൊ അവള് അവന്റെ കണ്ണിലേക്ക് തിരിച്ചും ഒന്ന് നോക്കിയാൽ നദറല്ലാഹു ഇലൈഹിമാ നദറത റഹ്മ, മൂന്നാമനാകുന്ന ദൈവം തമ്പുരാൻ ആവേശം കൊണ്ടിട്ട് അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തിലേക്ക് സമാശ്വാസത്തിൻ്റെ ഒരു നോട്ടം നോക്കും അത്രേ. ആ നോട്ടം നോക്കൂ നിങ്ങൾ. ആ നോട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ അസാമാന്യമായ പ്രതിഭാസമാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണാകുന്ന മിഴി തുറക്കലിൻ്റെ ചെമ്മാട്ടെ അനശ്വര സുന്ദരമായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അൽ റൈഹാൻ ലോകത്തിൻ്റെ മുൻപിലേക്ക് നല്ല മിഷനോടെ നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാണ്, കാഴ്ചപ്പാടുകളോടുകൂടെ. ഉറുദുവിൽ ഒരു ചൊല്ലുണ്ട്, കുച്ച് കറാബി കോട്ട അവർ കുച്ച് സോനാബി കോട്ട. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? ചില ഫർണിച്ചറുകളൊക്കെ വളരെ മോശമാവുമ്പോഴാണ് അങ്ങനെ പറയാറുള്ളത്. എന്താണ്? തടിയുടെ വളവും ആശാരിയുടെ കുറവും. കുച്ച് കറാബി കോട്ട ആ ഒരു കുച്ച് സോനാബി കോട്ട. തടിയുടെ വളവും ആശാരിയുടെ കുറവും. ആശാരി നിപുണനല്ല, മരമാണെങ്കിലോ അതാകെ വളഞ്ഞതാണ്. അതായിട്ടൊരു ഫേർണിച്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അൽ റൈഹാൻ കണ്ടെത്തുന്ന ആതുര വിദഗ്ധർ അതിനിപുണരാണ്. അൽ റൈഹാൻ ആ നിപുണരായ ആതുര വിദഗ്ധരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന യന്ത്ര സാമഗ്രികളും അതിവിദഗ്ധമാണ്. അതുകൊണ്ട് ഇത് കുച്ച് കറാബി കോട്ടക്കും കുച്ച് സോനാബി കോട്ടക്കും ഘടകവിരുദ്ധമായ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് വായിച്ച് മാറിയ ടെക്നോളജി. നമ്മളിന്ന് AI ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഈ പരസ്യപ്പലകയുടെ കൂടെ ഈ അടുത്ത് മറ്റൊരു പരസ്യം കൂടി കണ്ടു. അത് മതി തള്ളിയത് എന്നായിരുന്നു. ലോകം പോകുന്നൊരു പോക്കാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോൾ ഈ സദസ്സിൽ വെച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞൊക്കെയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ മാനസികാവസ്ഥ അല്ലേ? പക്ഷേ ആ പരസ്യപ്പലകയിൽ അത് ഏറ്റവും ആപ്റ്റായിരുന്നു. കാരണം എന്താ? അത് ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ പരസ്യമാണ്, മതി തള്ളിയത്. അപ്പം എന്താ? മാനുവൽ ഗേറ്റ് വെച്ച ആളുകളൊക്കെ അതിൻ്റെ ഇഞ്ചസൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ കഷ്ടപ്പെട്ട് തള്ളി തുറക്കണം, സന്ധ്യയാകുമ്പോൾ കഷ്ടപ്പെട്ട് തള്ളി അടക്കണം. അപ്പോൾ അവിടെയാണ് ഈ കമ്പനി പറയുന്നത് മതി തള്ളിയത്. ഞങ്ങളുടെ അലക്സ ഭരിക്കുന്ന ഗേറ്റ് വെക്ക്, സിരി ഭരിക്കുന്ന ഗേറ്റ് വെക്ക്, സ്പെക്ട്ര ഭരിക്കുന്ന ഗേറ്റ് വെക്ക്. ഞാനിപ്പോൾ അടുത്തൊരു കലാലയത്തിൽ ഉദ്ഘാടകനായിട്ട് പോയി. അവരുടെ പരിപാടിയുടെ പേരെന്താ അറിയോ? കല എന്ന മലയാളത്തിൽ, AI എന്ന് ഇംഗ്ലീഷിൽ. അപ്പം എന്താണ്? AI കാലത്തെ കല എന്നാണ് അവരുടെ കലാമാമാങ്കത്തിൻ്റെ പേര്. ഒരു ഗ്രൂപ്പിൻ്റെ പേര് അലക്സ, ഒരു ഗ്രൂപ്പിൻ്റെ പേര് സ്പെക്ട്ര, അടുത്ത ഗ്രൂപ്പിൻ്റെ പേര് സിരി. അങ്ങനെ സിരി ഭരിക്കുന്ന, അലക്സ ഭരിക്കുന്ന, സ്പെക്ട്ര ഭരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നൂതനമായ ടെക്നോളജി ഉണ്ടെങ്കിലേ ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സർവ്വഭാവുകങ്ങളും നേർന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും ശ്രവിച്ചതിനും നിങ്ങളോടുള്ള അകൈതവമായ കടപ്പാടുകൾ അറിയിക്കുന്നു. നല്ലൊരു സന്ധ്യ നിങ്ങൾക്ക് നേരുന്നു. എല്ലാം വിജയത്തിലേക്ക്, ഐശ്വര്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകട്ടെ എന്ന വിജയത്തിൻ്റെ ഒരു മനോഹരമായ വാക്ക് പ്രാർത്ഥനാപൂർവം ഉച്ചരിച്ച് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.